സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുകയാണ്. ഞാൻ രണ്ട് സംവിധായകരുടെ ദിലീപ് അനുഭവത്തിലേക്ക് പോവുകയാണ്. ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ സിദ്ദിഖ് ചേന്നമംഗലൂരിനും സിനിമയിൽ ഇടം നേടിയ സംവിധായകൻ എന്ന നിലയിൽ തുളസീദാസിനും ദിലീപ് എന്നാൽ എന്താണ് എന്ന് അവരുടെ അനുഭവങ്ങളിലൂടെ വിശദീകരിക്കും. ദീർഘനേരമായി ശ്രീ സിദ്ദിഖ് ചേന്നമംഗലൂർ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിലേക്ക് ആദ്യം പോവുകയാണ്. ശ്രീ സിദ്ദിഖ്, എന്താണ് താങ്കൾക്കുണ്ടായ അനുഭവം? ഹലോ ശ്രീ സിദ്ദിഖ് പറഞ്ഞോളൂ, സമയം കുറവാണ്. ഓക്കെ. സാധാരണ ഒരു നടി മാത്രമാണ് ദിലീപിൻ്റെ വിക്ടിം എന്ന് പറയുന്നതിലൊരു അർത്ഥമില്ലല്ലോ. കാരണം എത്ര ആളുകളാണ്, എത്ര യുവ സംവിധായകരാണ് ഒരു സിനിമ എടുത്തിട്ട് അതൊന്ന് റിലീസ് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുന്നത്. ഇപ്പോൾ സിദ്ദിഖ് സംവിധാനം ചെയ്ത സിനിമ പ്രദർശനത്തിനെത്തിയപ്പോഴുള്ള ജനത്തിരക്കടക്കമുള്ള ദൃശ്യങ്ങളാണ്. സിദ്ദിഖ് തുടർന്നോളൂ. അതെ, ഇങ്ങനെയൊരു സിനിമ ഉണ്ടായിരുന്നു. ഇങ്ങനൊരു സിനിമ മുക്കം തിയേറ്ററിൽ 3 വാരം കളിച്ച് 4ാം വാരത്തിലാണ് സിനിമ പോയിട്ടുള്ളത്. ആകെ കിട്ടിയത് 4 തിയേറ്ററാണ്. ഈ 4 തിയേറ്ററിലും 2 വാരം സിനിമ കളിച്ചു. അടുത്ത തിയേറ്ററിലേക്ക് പോകാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയ സമയത്ത് അത് ചെന്നെത്തുന്ന ദിലീപിലേക്കാണ്. ദിലീപുമായിട്ടാണ് സംസാരിക്കേണ്ടത്. അവസാന സമയത്ത് ദിലീപിൻ്റെ കാല് പോയിട്ടാണ് പിടിക്കുന്നത് ഒരു തിയേറ്റർ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു തിയേറ്റർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നിർമ്മാതാവും അതിനെ പണം സഹായിച്ച ആളുമായിട്ടുള്ള ആൾ ഇന്ന് എവിടെ എത്തുമായിരുന്നു? കേരളത്തിലെ DPI അന്ന് ഷാജഹാൻ സാർ ഓർഡർ ഇട്ടു, മുഴുവൻ സ്കൂളിലെ കുട്ടികളും നിർബന്ധമായിട്ട് സിനിമ കാണണം, മലയാള ഭാഷ അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസം വേണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനുണ്ടെങ്കിലും രക്ഷിതാക്കളും അത് സിനിമ കാണണമെന്ന്. എൻ്റെ പ്രിയ ഗുരുനാഥൻ TA റസാക്ക് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം യൂട്യൂബിൽ വളരെ വ്യക്തമാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ സിനിമ എന്ന് പറയുന്നത് പാഠപുസ്തകം പോലെ സിനിമയാണ്. ദിലീപിൻ്റെ അടുത്ത് എത്തുന്ന സമയത്ത് ദിലീപ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒറ്റ വാക്കിൽ, അതായത് അദ്ദേഹത്തിന് ഇത് കയറാൻ പോലുള്ള ഒരു അവസരം കേൾക്കാൻ പോലും അദ്ദേഹം തയ്യാറായിട്ടില്ല. അല്ല, വേറെ സിനിമ റിലീസ് ചെയ്യുന്നു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റമുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ KSFDCയിലേക്ക് പോയത്. അവിടുന്ന് പോയിട്ട് അന്ന് അതിൻ്റെ ചെയർമാനോ സെക്രട്ടറിയോ ആരോന്നറിയില്ല, ഇടവള ബാബു ആയിരുന്നു അതിൻ്റെ മുകളിൽ കയറിയിരുന്നത്. ഇത് സിനിമ അവിടെ സെൻസർ ചെയ്ത അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് മുകളിലൊന്ന് കണക്ട് ചെയ്ത് തരണം, എനിക്ക് അദ്ദേഹത്തെ പരിചയമില്ല. ഞാൻ ഇടവള ബാബുവിൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചു. എനിക്കിങ്ങനെ ഗവൺമെൻറ് തിയേറ്ററുകളുണ്ടല്ലോ, അവാർഡ് കിട്ടിയ സിനിമകളാണ്, ഒരു 40-50 ലക്ഷം രൂപ മുടക്കിയ ഒരു സിനിമയാണ്, ഇത് ജനം കാണണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. അദ്ദേഹം ഉടനെ ചോദിക്കുന്ന ചോദ്യമാണ്, ആരാണ് നായകൻ? അപ്പം നായകനുണ്ടെങ്കിൽ മാത്രമേ തിയേറ്റർ കിട്ടുകയുള്ളൂ. കലാമൂല്യമുള്ള സിനിമകൾക്ക് തിയേറ്റർ അനുവദിക്കാൻ പാടില്ലേ? വേണ്ട. മറ്റൊരു കാര്യം ചോദിക്കാലോ, ഈ സിനിമയായിട്ട് 3 വർഷമായിട്ട് ചാനൽ മുഴുവൻ കയറിക്കൊണ്ടിരിക്കുന്നു. അവരെല്ലാവരും ചോദിക്കുന്നു ഒരേ ഒരു ചോദ്യം, ആരാണ് നായകൻ? ദിലീപ് പല രൂപത്തിൽ വരും. ശ്രീ തുളസീദാസ്, താങ്കളുടെ മുന്നിൽ ഏത് രൂപത്തിൽ വന്നു? എൻ്റെ രൂപത്തിൽ വന്നത് ഒരുപാട് എനിക്ക് വിശദീകരിച്ച് പറയാനുണ്ടെങ്കിൽ ഒരുപാട് സമയം വേണ്ടി വരും. പക്ഷേ എങ്കിലും ഞാൻ ചുരുക്കി പറയുകയാണ്. ഞാൻ അതിന് മുമ്പായിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ. കാരണം ധൈര്യപൂർവം പ്രതികരിക്കാൻ എൻ്റെ നേരത്തെ ആർക്കും ധൈര്യം വന്നില്ല. ഞാൻ പ്രതികരിച്ചത് കൊണ്ട് ഞാൻ 3 വർഷം സിനിമയില്ലാതെ ജീവിച്ചു. ഒരു ആർട്ടിസ്റ്റ് പോലും എനിക്ക് ഡേറ്റ് തരാതെ ആയിട്ടു. അത്രയും മഹാനായ ഒരു വ്യക്തിയായിരുന്നു ദിലീപ് എന്ന് വേണം എനിക്ക് പറയാൻ. കാരണം എല്ലാവർക്കും ദിലീപിനെ പേടിയായിരുന്നു എന്നുള്ളതാണ് ഞാൻ അപ്പോഴും മനസ്സിലാക്കിയത്. കാരണം ഒരു സിനിമ, എനിക്ക് എൻ്റെ 2 സിനിമയിൽ അഭിനയിച്ചു. ആ 2 സിനിമയും സൂപ്പർ ഹിറ്റ് സിനിമകളാണ്, അറിയാവുന്നതാണ്, മായപ്പനുമാനും ദോസ്തും. അത് കഴിഞ്ഞിട്ടൊരു സിനിമയ്ക്ക് ഞാൻ ഒരു പ്രൊഡ്യൂസറിൽ നിന്ന് ഞാൻ ചുരുക്കി പറയുകയാണ്. അതെ, ദിലീപിനെ അഭിനയിച്ച സിനിമയാണ്. ഞാൻ ചുരുക്കി പറയുകയാണ്. അതായത് ഒരു നിർമ്മാതാവിൽ നിന്ന് 40 ലക്ഷം രൂപ ഒറ്റ പേയ്മെൻറ്റ് വാങ്ങിക്കൊടുത്തു. അദ്ദേഹത്തിന് ഒരു ഭൂമി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പൈസ കടം ചോദിച്ചപ്പോൾ കൊടുത്തു. പക്ഷേ അതിനുശേഷം ഈ നിർമ്മാതാവിനെയും എന്നെയും ഇട്ട് കറക്കി ആ സിനിമ ചെയ്യാൻ സാധിക്കാതെ വന്നപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. ദിലീപ് ഇത് ശരിയായ നടപടിയല്ല എന്ന് പറഞ്ഞപ്പോൾ എന്നോട് കുറേ കാര്യങ്ങൾ ആജ്ഞാപിച്ചു. അതായത് നടിയെ മാറ്റണം, ക്യാമറമാനെ മാറ്റണം, സംഗീത സംവിധാനം മാറ്റണം, അങ്ങനെ തുടർച്ച. ഞാൻ പറഞ്ഞു
ഇതൊരു പുതിയ സംവിധായകനോട് ദിലീപ് പറയുന്ന പോലെയാണ് എന്നോട് പറയുന്നത്. പക്ഷേ ഒരു സ്റ്റാർട്ടും കട്ടും ആക്ഷനും പറയാൻ വേണ്ടി നിൽക്കുന്ന ഒരു സംവിധായകനല്ലെന്ന് ഇനിയെങ്കിലും ദിലീപ് മനസ്സിലാക്കണം. അതുകൊണ്ട് എന്നോട് ആജ്ഞാപിക്കരുത്, പക്ഷേ സുഹൃത്ത് ബന്ധത്തിൽ എന്തെങ്കിലും പറയാം, സജഷൻ നമുക്ക് സ്വീകരിക്കാം എന്ന് പറഞ്ഞ് അത് ഉള്ളിൽ വെച്ചുകൊണ്ട്, ആ ദേഷ്യം ഉള്ളിൽ വെച്ചുകൊണ്ട് എന്നെ ആ നിർമ്മാതാവിൽ നിന്ന് മാറ്റുകയും ആ നിർമ്മാതാവിനെ, ഞാൻ കൊണ്ട് കൊടുത്ത നിർമ്മാതാവിനെ ദിലീപ് സ്വീകരിച്ചിട്ട് മറ്റൊരു പുതിയ സംവിധായകനെ കൊണ്ട് സിനിമ ചെയ്യുകയും ചെയ്തു. അത് ഞാൻ പത്രത്തിൽ കൂടെയാണ് അറിയുന്നത്. ഒരു അല്പമെങ്കിലും മാന്യത ഉണ്ടായിരുന്നെങ്കിൽ ദിലീപോ ആ നിർമ്മാതാവ് ഉള്ളാട്ടിൽ ശശി അദ്ദേഹമോ എന്നോട് വിളിച്ചൊരു വാക്ക് പറയാമായിരുന്നു, തുളസിദാസ് നിങ്ങളെ വെച്ച് ഞങ്ങൾ ചെയ്യുന്നില്ല, ഞാൻ വേറെ സംവിധായകനെ വെച്ച് ചെയ്യുന്നു കാരണം എന്ന് പറയാമായിരുന്നു. പറയാതെ ചെയ്തു. അതാണ് ഞാനൊരു കംപ്ലയിൻറ്റ് കൊടുത്തത്. പക്ഷേ ആ കംപ്ലയിൻറ്റിന് ഒന്ന് നമ്മുടെ താര നിശകൾ, നമ്മുടെ അമ്മ മാക്ട പ്രൊഡക്ഷന് കംപ്ലയിൻറ്റ് കൊടുത്തു. അമ്മയിലുള്ളവർ ഒരു ആർട്ടിസ്റ്റ് വിചാരിച്ചാൽ, ഇപ്പോൾ ഇന്നച്ചനായിരുന്നാലും ശരി, ലാലേട്ടനായിരുന്നാലും ശരി, മമ്മൂക്കായിരുന്നാലും ശരി, ആരായിരുന്നാലും ശരി, അവരിരുന്ന് ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് സംസാരിച്ചാൽ തീരാവുന്നൊരു പ്രശ്നം ആയിരുന്നുള്ളൂ. പക്ഷേ വിനയനെ ഉള്ള ദേഷ്യം കൊണ്ട് ഒരു മാക്ട ഫെഡറേഷൻ പൊളിച്ചു, അവർ ഫെബ്ക ഉണ്ടാക്കി. അതിന്നും ഞാൻ അതിൽ വേദനിക്കുന്നു. വരുന്നത് ഞാൻ കാരണം ഒരു ഫെഡറേഷൻ തകർന്നതിൽ. ശരി, ഞാൻ ഒരു ഇടവേളയിൽ കൂടി പോകാൻ, ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.